ഹലോ, നമസ്കാരമുണ്ട്. ഞാൻ സുരേഷാണ്. ഉം. നമുക്കൊന്നൊരു പാചകമുണ്ട്. നമുക്കത് അതായത് ഇഞ്ചി ഇഞ്ചിപ്പുളി. ഏ ഇതിനകത്ത് അധികം കൂടുതൽ ഇഞ്ചി എടുത്തിട്ടുണ്ട്. കാണിക എന്തൊക്കെയാണെന്നുള്ളത്. ദേ ഇഞ്ചി ഒരു 1/2 കിലോളം ഉണ്ട്. അത് ചെറുതാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ആരും ചേർക്കാത്തതാണ് ഈ വെളുത്തുള്ളി. വെളുത്തുള്ളി അങ്ങനെ ആരും ഇങ്ങനെ ചേർക്കില്ല, കുറച്ച് ചേർത്താൻ ടേസ്റ്റ് കൂടും. പിന്നെ ഒരു 10 മുളകുണ്ട്, പച്ചമുളക് കരിഞ്ഞ് കഷ്ണം വെച്ചിട്ടുണ്ട്. ഒരു 100 ഗ്രാം പുളി ഞാൻ വെള്ളത്തിട്ട് വെച്ചേക്കാണ്, ചൂടുവെള്ളത്തിട്ട് വെച്ചേക്കണം, അത് ഇതാവാൻ വേണ്ടി. അപ്പം അതിൻ്റെ അല്പം എടുക്കണം നമുക്ക്. പിന്നെ എന്ന് പറഞ്ഞാൽ ശർക്കര ഉരുക്കി വെച്ചേക്കാണ്. ഇത് നമുക്ക് കായം, ഉലുവ വറുത്ത് പൊടിച്ചത്, കറിവേപ്പില, തേങ്ങ എണ്ണ, പിന്നെ ഉപ്പ്, ബാക്കി ഇരിപ്പുണ്ട്, ഉപ്പുണ്ട്. പിന്നെ മുളക്, മല്ലി ഒക്കെ വേണം നമുക്ക്. അതെല്ലാം പിന്നെ ചേർക്കുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് പാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് തീ കത്തിക്കാം. ഓക്കെ, കാണാം. ചൂടാവട്ടെ. ഇഞ്ചിപ്പുളി നമ്മൾ ഇഞ്ചി ചിലപ്പോൾ കൂടുതൽ ഉണ്ടാക്കി വയ്ക്കുന്നത് നല്ലതാണ്. നമുക്ക് ഇഞ്ചി നമ്മൾക്ക് നല്ല ഗുണമുള്ളൊരു ആഹാരമാണ്. പറഞ്ഞാൽ നമ്മൾ ദഹനത്തിനൊക്കെ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് നമുക്ക് ഇഞ്ചിപ്പുളി, ഇല്ലല്ലേ? നമ്മൾ ഇഞ്ചി ഉണ്ടാക്കി എങ്ങനെ ഉണ്ടാക്കി വയ്ക്കുന്നോ അതനുസരിച്ച് ഇരിക്കും. നമുക്ക് ഫ്രിഡ്ജിനകത്ത് തണുത്ത് ഫ്രിഡ്ജിനകത്ത് ഇരുന്നാൽ 1-2 മാസം ഇരിക്കും, സുഖമായിട്ടിരിക്കും. ശരി, നമ്മൾ നനഞ്ഞ ഒരു സ്പൂണോ അങ്ങനെ മറ്റൊന്നും ഇടാൻ പാടില്ല മാത്രം. ഇവിടെ സൂക്ഷിച്ച് വെച്ചിരിക്കണം. നമുക്ക് ഇത് നല്ല ഒരുപാട് നാൾ നമുക്ക് യൂസ് ചെയ്യാം. ഇതിപ്പം കൂടുതൽ വെച്ചിട്ടുണ്ട്. 1/2 കിലോ ഇഞ്ചി വെച്ചിട്ടുണ്ട്. അതിനുവേണ്ടി വലിയ വശം ഉലുവ ഇട്ട് കൊടുക്കാം. നമുക്ക് ഉലുവ വേണ്ടത് കുറച്ച് കടുക്, നമുക്ക് ഓരോ ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ നമുക്ക് ഇതിൻ്റെ വെളുത്തുള്ളി കൊടുക്കാം. നല്ലോണം മൂക്കണം നമുക്ക്. ഇഞ്ചി പല രീതിയിൽ വെക്കുക, പല ആൾക്കാരും പല രീതിയിൽ വെക്കുന്നുണ്ട്, അല്ലേ? നമുക്ക് ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലാണ് ഇഞ്ചി വെക്കുന്നതിൽ. ഇതിപ്പോൾ നാടൻ സ്റ്റൈലാണ്. മിക്സി അടിക്കാനും വേണ്ട, നമുക്ക് ചെറുതായിട്ട് ഇല്ലെങ്കിൽ വെച്ചേക്കാണത്. പച്ചമുളക് ഇടാം നമുക്ക്. പച്ചമുളക് നമുക്ക് ഇതിനോടൊപ്പം ഇതാവണം. ഉലുവ, നമ്മുടെ മൂത്ത് വരുന്നുണ്ട് ഇഞ്ചി. കളറൊക്കെ മാറി ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൽ മസാല ഒക്കെ ചേർക്കാം.
ഇതൊരു 3 സ്പൂൺ എടുത്തുണ്ട്. കാരണം പറഞ്ഞാൽ 1/2 കിലോ ഇഞ്ചിയുണ്ട്. മല്ലിപ്പൊടി ചെറിയ സ്പൂണിൽ 2 സ്പൂൺ ഇടുന്നുണ്ട്. ഇഞ്ചി അല്ല ഉപ്പ്, അത് ഉപ്പ് വേണം പിന്നെ നോക്കാം നമുക്ക്. ഇത് നമുക്ക് കായം നമുക്ക് പുളി ചേർത്ത് കൊടുക്കാം. പുളി വെള്ളം പോരാ, കുറച്ച് പുളി വെച്ചിട്ടുണ്ട് ഞാൻ ഇടാം. വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് നല്ലോണം പുളി നല്ല വെന്ത് വരണം. പറ്റി വരുന്നുണ്ട്. നമുക്ക് ചെറിയ 1-2 ഇൻഗ്രീഡിയൻസ് ചേരാറുണ്ട്. രണ്ട് നമ്മളെ ഇഞ്ചി പുളി റെഡിയായി വരുന്നുണ്ട്. ഇനി നമുക്കിതിൽ ശർക്കര കലപ്പിച്ചിട്ടുണ്ട്, അത് കുറച്ച് രസം ചേർക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഈ പുളിയും കയ്പും എല്ലാം അവിടെ ബാലൻസ് ആക്കുള്ളൂ. കായം ഒന്ന് കുറവുണ്ട്. ലേശം ഉപ്പ് കുറവുണ്ട്, നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലെല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടി വേറെ കാര്യം ഇവിടെ ചെയ്യാനുണ്ട്. നമുക്ക് എന്ന് പറഞ്ഞാൽ ഊരിനുള്ളിൽ പഞ്ചസാര ഇതിലങ്ങ് തൂറ്റണം. അപ്പം നമുക്ക് അതിൻ്റെ മധുരത്തിൻ്റെ പുളികളെല്ലാം അവിടെ ഒന്ന് ക്ലിയർ ചെയ്യും. നമ്മൾ ശർക്കര ഇട്ടിട്ടുണ്ട്, എന്നാൽ തന്നെയും പണി ഒഴിച്ചിട്ടുണ്ട് നമ്മൾ.
ഇതേ രുചി ബാലൻസ് ആയിക്കോളൂ. ഇതിലല്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. താളിക്ക് താളിക്ക് കഴിഞ്ഞാൽ അതിൽ എണ്ണ കൂടുതലുണ്ട് ഓൾറെഡി. ഒന്നിളകി കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞിരിക്കുന്നതാണ്. നമ്മുടെ ഇഞ്ചിപ്പൊടി എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് തണുത്തിട്ട് വേണം ഇത് മറ്റ് ബോളിലേക്ക് മാറ്റാൻ. ഇപ്പോൾ സ്പാനിലിരുന്ന് തണുക്കട്ടെ. ഓക്കെ, ഇതാണല്ലോ പരുവതിൻ്റെ ഇല്ലേ. ഇത് കട്ടിയാവാൻ പാടില്ല. ഇത് 1-2 മാസം ഇരിക്കും, ഒരു കുഴപ്പമില്ല. ഇത് ഓക്കെ, ഇഷ്ടമായാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. എന്നുള്ള വീഡിയോയ്ക്ക് യൂട്യൂബിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യണം. ഓക്കെ, സപ്പോർട്ട് ചെയ്യണം. നന്ദി, നമസ്കാരം.